സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻഇടിവ് രേഖപ്പെടുത്തി. പവന് 1280 രൂപയാണ് ഇന്ന് താഴ്ന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 90,680 രൂപയാണ്. ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 11,335 ആയി. അതേസമയം ഒരു പവൻ സ്വർണത്തിന്റെ വില ഈ വർഷം 1 ലക്ഷം കടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ഇന്ത്യയുടെ വ്യാപാര കമ്മി ഒക്ടോബറിൽ റെക്കോർഡ് നിരക്കായ 41.68 ബില്യൺ ഡോളറായി വർദ്ധിച്ചതാണ് വാണിജ്യ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം സ്വർണ്ണ ഇറക്കുമതി 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. പുറത്തേക്കുള്ള കയറ്റുമതി 14 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ചുരുങ്ങൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ചരക്ക് കയറ്റുമതി 11.8% ഇടിഞ്ഞ് 34.38 ബില്യൺ ഡോളറിലെത്തി. ഇത് 11 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. അതേസമയം ചരക്കിറക്കുമതി 16.66% വർദ്ധിച്ച് എക്കാലത്തെയും ഉയർന്ന നിരക്കായ 76.06 ബില്യൺ ഡോളറിലെത്തി. നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരതമ്യേന ഉയർന്ന 50% താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഒക്ടോബറിൽ യുഎസിലേക്കുള്ള കയറ്റുമതി 8.6% ഇടിഞ്ഞ് 6.3 ബില്യൺ ഡോളറിലെത്തി. മറ്റ് പ്രധാന വ്യാപാര പങ്കാളികളായ UAE, നെതർലൻഡ്സ്, UK എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതിയും കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വ്യാപാര കമ്മി 26.22 ബില്യൺ ഡോളറായിരുന്നു. ഈ വർഷം സെപ്റ്റംബറിൽ 13 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 32.15 ബില്യൺ ഡോളറിലെത്തി. ഒക്ടോബറിൽ സ്വർണ്ണവില ഇറക്കുമതി 199.2% ഉയർന്ന് 14.72 ബില്യൺ ഡോളറിലുമെത്തി. ഡിമാൻഡ് വർദ്ധിച്ചതും ഉത്സവ സീസണും ഇതിന് കാരണമായിട്ടുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറുള്ള പങ്കാളി രാജ്യത്തു നിന്നുള്ള പ്ലെയിൻ വെള്ളിയുടെ കയറ്റുമതി വർദ്ധിച്ചതിനാൽ വെള്ളി ഇറക്കുമതി 6 മടങ്ങ് വർദ്ധിച്ച് 2.72 ബില്യൺ ഡോളറിലെത്തി. സേവന കയറ്റുമതി ഒക്ടോബറിൽ 11.9% വർദ്ധിച്ച് 38.52 ബില്യൺ ഡോളറിലുമെത്തി. അതേസമയം സേവന ഇറക്കുമതി 8.1% വർദ്ധിച്ച് 18.64 ബില്യൺ ഡോളറിലുമെത്തി. ഇത് 19.88 ബില്യൺ ഡോളറിന്റെ മിച്ചമുണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒക്ടോബറിലെ സേവന വ്യാപാര ഡാറ്റ ഒരു ഏകദേശ കണക്കാണെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞത്. ഇത് പരിഷ്കരിക്കുമെന്നും വാണിജ്യ വകുപ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.